ബീഹാറിലെ ചരിത്ര പ്രസിദ്ധമായ മുഹമ്മ പള്ളിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ദിവസത്തിന്റെ ആരംഭത്തിലാണ് ഞങ്ങളുടെ യാത്ര ഈ ഒരു സ്ഥലത്തേക്ക് ആരംഭിച്ചത്. ഒത്തിരിയേറെ പ്രദേശങ്ങൾ താണ്ടിയാണ് ഈ ഒരു മുഹമ്മ ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആദ്യ ദേവാലയം ഇതാണ്. പക്ഷേ ബസലിക്ക എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ വീണ്ടും 1/2 കിലോമീറ്റർ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം. പോരും വഴികൾ ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. ചെറിയ വീതികളാണ്. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബസലിക്ക ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മാതാവിന്റെ നാമധേയത്തിലാണ് ഈ ഒരു ദേവാലയം അറിയപ്പെടുന്നത്. ഓരോ വർഷവും മാതാവിന്റെ തിരുനാളിനോട് അനുബന്ധിച്ച് 2 ലക്ഷത്തിലധികം ആളുകള് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരാറുണ്ട് എന്നുള്ള കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് ഈ ഒരു ദേവാലയത്തിന്റെ മുൻഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേവാലയത്തിന്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. ഈ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സേവനം ചെയ്തിരുന്നത് നമ്മുടെ മലയാളി വൈദികരാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ കയറി വരുമ്പോൾ കാണുന്ന ദേവാലയം കഴിഞ്ഞ് പെസ്ബിറ്ററിയും അതിനുശേഷം മുന്നോട്ട് ഇപ്രകാരമുള്ള മനോഹരമായ വീതിയിലൂടെ കടന്നു ചെന്ന് കഴിയുമ്പോഴാണ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അത് ബസലിക്ക ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 1947 നവംബർ മാസം 4-ാം തീയതി കൽക്കട്ടയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഫെർണാണ്ടസ് പെരേര എന്ന് പറയുന്ന ലത്തീൻ മെത്രാപ്പൊലിത്തയാണ് ഇത് ബസലിക്കയായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു ദേവാലയം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആഗമന വീക്ഷണം എന്റെ ക്യാമറയിൽ ഞാൻ ഒപ്പിയെടുക്കുകയാണ്. ഞാൻ എത്തിച്ചേർന്നത് ഒരു സമ്മർ ഹോളിഡേയ്സിനോട് അനുബന്ധിച്ചാണെങ്കിൽ പോലും ധാരാളം പൂക്കൾ ഇരുവശങ്ങളിലും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം ദേവാലയവുമായി ബന്ധപ്പെട്ട ഗാർഡന് പോലും വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ്. ദേവാലയത്തിന്റെ ആഗമന വീക്ഷണം ഞാൻ എന്റെ ക്യാമറയിൽ പകർത്തുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വൈവിധ്യമാർന്ന രീതിയിലുള്ള ഒരു ശില്പകലാ വൈഭവമാണ് ഈ ഒരു ദേവാലയത്തിൽ നൽകിയിരിക്കുന്നത്. ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇപ്രകാരമാണ് ആൾക്കാരിൽ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാതാവിന്റെ നല്ല ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിലാണ് എല്ലാവരും പ്രാർത്ഥനാപൂർവം ആയിരിക്കുന്നത്, നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. ഞങ്ങളും തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ ഒരു ദേവാലയത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ ഞങ്ങളുടെ കൊച്ചു നിയോഗങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എത്തിച്ചേർന്ന എല്ലാവരും ഈ ഒരു ആൾക്കാരുടെ മുമ്പിൽ കുപ്പുകൈകളോടുകൂടി ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് മറ്റു ഫോട്ടോ സെക്ഷനിലേക്കും ക്യാമറ വീഡിയോ സെക്ഷനിലേക്കൊക്കെ ഞങ്ങൾ കടന്നിരിക്കുന്നത്. ദേവാലയം ചുറ്റിക്കാണുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണപ്പെടുന്നത്. അതും കൂടി എന്റെ ക്യാമറയിൽ ഞാൻ ഒപ്പിയെടുക്കുവാൻ പരിശ്രമിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിപ്പം നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ പോലും ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ചെറിയ ഒരു ദേവാലയമാണ് നമുക്ക് കാണപ്പെടുന്നത്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളിൽ ഇരിപ്പിടമുള്ളുവാനും അത് മാത്രമല്ല വളരെ കുറച്ചു പേർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശിച്ച് പ്രാർത്ഥനാപൂർവം ഇരിക്കുവാനും സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു ദേവാലയം ലക്ഷ്യമാക്കിയാണ് 2 ലക്ഷത്തോളം ആളുകൾ മാതാവിന്റെ തിരുനാളിനോട് അനുബന്ധിച്ച് ഓരോ വർഷവും എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യമാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സാറുമാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. തിരുനാളിനോട് അനുബന്ധിച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് ഈ ഒരു സ്ഥലത്ത് മിക്കവാറും വർഷങ്ങളിൽ ഈ ഒരു മലയാളി സാറുമാർ എത്തിച്ചേരാറുണ്ട്. അത്രമാത്രം പ്രാധാന്യം ലാറ്റിൻകാരും ഒപ്പം ഭക്തജനങ്ങളൊക്കെ ഈ ഒരു ദേവാലയത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എന്നോട് ഈ ഒരു സാറുമാര് പങ്കുവെച്ചത്. തിരുനാള് എത്തിച്ചേരുമ്പോൾ ഈ കാണുന്ന പ്രദേശം മുഴുവൻ പന്തലുകളാൽ നിറയുമെന്നും താഴ്ഭാഗം കാർപ്പറ്റുകളാൽ നിറയുമെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവയ്ക്കുകയാണ്. ബൃഹത്തായ ദേവാലയമാണ് പുറമേ നിന്ന് നോക്കിക്കഴിയുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. സ്റ്റെപ്പുകൾ കയറി അതിബൃഹത്തായ ഒരു ദേവാലയം പുറമേ നിന്ന് കാണപ്പെടുന്നു എങ്കിൽ പോലും ഉള്ളിലെ സ്പേസ് വളരെ കുറവാണ്. ഭിത്തികളൊക്കെ കരിങ്കല്ലുകൾ കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദേവാലയമാണ്. ഏത് രീതിയിലുള്ള പ്രകൃതി ക്ഷോഭത്തെയും
പ്രതിരോധിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ദേവാലയം, മകുടമൊക്കെയുള്ള വലിയ ഒരു ദേവാലയം. ഈ ദേവാലയത്തോട് അനുബന്ധിച്ച് ചെറിയൊരു കുളം കൂടി ഇവിടെ സമീപ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹൈന്ദവ ടച്ചും കൂടെ ഈ ഒരു ദേവാലയ സമീപത്തുള്ള ഈ ഒരു കുളത്തിനും കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹൈന്ദവരായ ധാരാളം ഭക്തജനങ്ങൾ ഈ ഒരു ദേവാലയത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ കുളത്തിൽ വന്ന് കുളിച്ച് അതിനുശേഷമാണ് ദേവാലയ പ്രവേശനം നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സന്ദർശന അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു കുളത്തിന് വലിയ പ്രാധാന്യമുണ്ടെങ്കിൽ പോലും ഇന്ന് ആ ഒരു പ്രാധാന്യം കുറച്ചുകൊണ്ടുവരികയാണ് ഇതിന്റെ അധികാരികൾ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഹൈന്ദവ ടച്ചുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ കാര്യം ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളി വൈദികരാലാണ് ഈ ഒരു ദേവാലയത്തിന്റെ നിർമ്മിതികളും ഈ ദേവാലയ നടത്തിപ്പുകളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ രാമപുരംകാരനായ ഉഴുത്തുവാൽ മാത്യു അച്ഛൻ ഈ ഒരു ദേവാലയത്തിന്റെ ആർച്ച് പ്രീസ്റ്റ് ആയിട്ട് സേവനം ചെയ്തിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന എവിടെയാണ് എന്നുള്ള കാര്യവും മറ്റു പല ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കബറിടവും അതും മലയാളി സിസ്റ്റേഴ്സിന്റെ കബറിടവും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം തെളിവ് പോലെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏതാനും ചിത്രീകരണം അവിടെ ഞാൻ നടത്തിയത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രസ്ബിറ്റേറിയം ആണ്, വൈദികർ താമസിക്കുന്ന സ്ഥലം. അവിടെയുള്ള വൈദികനുമൊക്കെയായിട്ട് സംസാരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. പ്രധാന ദേവാലയത്തോട് സമീപ ഭാഗത്തായിട്ടാണ് ഈ ഒരു പള്ളിമുറി വൈദിക മന്ദിരം നിലകൊള്ളുകയും ചെയ്യുന്നത്. അവസാനമായിട്ട് എല്ലാം ആഗമന വീക്ഷണം നടത്തി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു മലയാളി സിസ്റ്ററുമായി സംസാരിക്കുവാൻ എനിക്ക് ഇടവന്നതും ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. നല്ല ഒരു സന്ദർശനം, പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഈ ഒരു തീർത്ഥാടന സന്ദർശനം നടത്തുകയായിരുന്നു.